നമസ്കാരം, എല്ലാവർക്കും ഡോക്ടേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആസ്റ്റർ മെഡ് സിറ്റിയിലെ ന്യൂറോസർജറി വിഭാഗം സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ദിലീപ് പണിക്കറാണ്. നമസ്കാരം സർ. നമസ്കാരം. സർ, നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്രെയിൻ ട്യൂമറുകളെ കുറിച്ചാണ്. സാധാരണയായിട്ട് ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ ഇടയിലൊരു പേടിയും ഭയവും പുറത്ത് പറയാനൊക്കെ പേടിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ എന്താണ് ഈ ബ്രെയിൻ ട്യൂമർ? ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഈ ബ്രെയിൻ ട്യൂമറിന് നമ്മൾ വാക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ തലയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മുഴ വരുക, എന്തെങ്കിലും വല്ല തടിപ്പ് വരുക, ഒരു നീർക്കെട്ട് വരുക, കോമൺ ആയിട്ട് നമ്മൾ വാക്ക് യൂസ് ചെയ്യുന്ന ഒരു ബ്രെയിൻ ട്യൂമറാണ്. അപ്പോൾ ട്യൂമർ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലൊരു ഇത് വരുന്ന ഒരു എക്സ്പെക്റ്റേഷൻ വരുന്നത് അത് ട്യൂമർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണെന്ന്. പക്ഷെ അങ്ങനെ അല്ല. ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് കുറേ ടൈപ്സ് ഉണ്ട്. റേഞ്ചിങ് ഫ്രോം ദ വെരി വെൽ ബിഹേവ് ട്യൂമേഴ്സ്, നമ്മൾ ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്, അവിടുന്ന് തുടങ്ങി വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് നമ്മൾ ഈ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്, ആ ശരിക്കും ക്യാൻസർ ആവുന്ന അങ്ങനത്തെ ട്യൂമേഴ്സ് ശരിക്കും വലിയ സ്പെക്ട്രമുണ്ട്. സോ ഈ ബ്രെയിൻ ട്യൂമർ എന്ന് നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വെരി ജെനറിക് ടേം, ഇറ്റ്സ് എ വെരി കോമൺ ടേം. സോ ദാറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് എനിത്തിങ്. അവിടെ തലയുടെ ഉള്ളിൽ എന്തോ ഉണ്ട് അത്രയും പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ട്യൂമർ എന്ന് പറഞ്ഞാൽ ഈ അബ്നോർമാലിറ്റി നമ്മൾ പറയുന്നത്, ട്യൂമർ എന്ന് പറയുന്നത് നമ്മൾ അബ്നോർമാലിറ്റി, ഇറ്റ് ക്യാൻ ഐദർ ബി ബ്രെയിനിനകത്തുണ്ടാവാം, ബ്രെയിനിൻ്റെ വെളിയിലുണ്ടാവാം. നമ്മുടെ ശരിക്കും തലച്ചോറിൽ നിന്നുണ്ടാവാം, തലച്ചോറിൻ്റെ വെളിയിലൊരു ലൈനിങ് ഉണ്ട്, അതിൽ നിന്നുണ്ടാവാം. അതിൻ്റെ വെളിയിൽ എല്ലുകളുണ്ട്, എല്ലിൽ നിന്നുണ്ടാവാം. തലച്ചോറിൻ്റെ താഴെ എല്ലിൽ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്, നമ്മുടെ ഗ്ലാൻഡ്സ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഗ്ലാൻഡ് ഉണ്ട്, അതിൽ നിന്ന് ട്യൂമേഴ്സ് ഉണ്ടാവാം. പിന്നെ നമ്മുടെ തലച്ചോറിൻ്റെ താഴെ നമ്മുടെ അണ്ണാക്കിന്നോ കണ്ണിൻ്റെ ഭാഗത്തുനിന്നോ അവിടുന്ന് ഉണ്ടാവുന്ന ട്യൂമേഴ്സും മേളിലോട്ട് തെള്ളി വരാം. അപ്പോൾ കുറേ ടൈപ്സ് ഉണ്ട് ബ്രെയിൻ ട്യൂമേഴ്സ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് എല്ലാവരും ക്യാൻസർ ആണെന്ന്. ബട്ട് യെസ്, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. ആ ട്യൂമർ എന്ന് പറഞ്ഞ ബ്രെയിൻ ട്യൂമർ എന്ന് വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലൊക്കെ പേടിയാണ്. അയ്യോ, മൈ ലൈഫ് ഇസ് ഓവർ, ഐ കനോട്ട് ലീഡ് മൈ ലൈഫ്. പക്ഷെ അങ്ങനല്ല. ദാറ്റ് ഇസ് വൈ വി എക്സ്പ്ലെയിൻ. അതാണ് ഈ ഡിസ്കഷൻ്റെ പ്രധാനപ്പെട്ട റീസൺ. നമുക്ക് എല്ലാവരും അറിയണം ദാറ്റ് ബ്രെയിൻ ട്യൂമർ, ദ ഡയഗ്നോസിസ് ഓഫ് എ ബ്രെയിൻ ട്യൂമർ ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് യുവർ ലൈഫ് ഇസ് ഓവർ or you cannot do what you want to do. Life continues. Yes. And ഇപ്പോഴത്തെ കാലത്ത് it is possible. It is very, very possible to do it with modern day treatments. സർ, അതുപോലെ ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമുക്ക് ഒരു ബ്രെയിൻ ട്യൂമർ ആണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും? ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ യൂഷ്വലി അറിയുന്നത് നമ്മൾ അൺയൂഷ്വലായിട്ടൊരു തലവേദനയായി, അത് കൂടിയ തലവേദന. ഈ തലവേദന എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എപ്പോഴെങ്കിലും. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് അറ്റ് എനി ഏജ്. ബട്ട് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാകുന്ന തലവേദനയെക്കാട്ടിൽ ദർ ഇസ് എ ഡിഫറൻസ്. അത് വളരെ കൂടിയതായിരിക്കും, അതൊരു പാറ്റേൺ ഉണ്ട്. എല്ലാവർക്കും ഒരു തലവേദന വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ദേ നോ, വിശന്നിരുന്നാൽ തലവേദനയുണ്ടാവും, ചൂടത്തിൽ എക്സ്പോഷർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ തലവേദനയാവും, വെള്ളം കുടിക്കാതിരുന്നാൽ തലവേദനയാവും, ഉറക്കം ഇല്ലാതിരുന്നാൽ തലവേദനയാവും. പക്ഷേ അതിനൊരു പാറ്റേൺ ഉണ്ട്. പാറ്റേൺ ഇല്ലാതെ തലവേദന വരുന്നത്, അൺയൂഷ്വലായിട്ട് വേദന വരുന്നത്, നമ്മൾ സാധാരണയായിട്ട് വന്ന് പോകുന്ന വേദനയല്ല, അത് വന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെഡേക്ക്. പിന്നെ അതല്ലാതെ ഇറ്റ് ക്യാൻ കോസ് എപ്പിലെപ്സി, ഇറ്റ് ക്യാൻ കോസ് ഫിറ്റ്സ്. നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ തലച്ചോറിനെ ഇറിറ്റേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഫിറ്റ്സ് ഉണ്ടാവാം. അപ്പോൾ ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ധാരണ ബോധം പോവുക, കയ്യും കാലിട്ട് അടിക്കുക, വീഴുക, വായന്ന് പത വരിക, അങ്ങനെ ഒരു ക്ലാസിക് ഒരു സീഷറാണ്. ബട്ട് അതല്ലാതെ കുറേ ടൈപ്സ് ഉണ്ട്. ചിലപ്പം ഒരു കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ജർക്ക് ചെയ്യും, അത് കാല് ഇച്ചിരി ഒന്ന് ജർക്ക് ചെയ്യും, മുഖം ഇങ്ങനെ വെട്ടും, അതും ഒരു തരത്തെ സീഷറായിരിക്കും. അഥവാ ചില കുട്ടികൾക്കുണ്ടാകുന്ന പെട്ടെന്ന് സ്റ്റക്കാവും ഫോർ ഫ്യൂ സെക്കൻഡ്സ്, ബ്ലാങ്ക് ആയിട്ട് സ്റ്റക്കായി പോവും. ദാറ്റ് കുഡ് ബി എ സീഷർ. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഷേഴ്സ്.
But seizure is one of the ways by which a brain tumor can manifest. അടുത്ത ഇത് വരുന്നത് നമ്മുടെ നോർമൽ ബോഡിയുടെ ഫങ്ഷൻസ് അത് എഫക്റ്റ് ചെയ്യുക. ഇറ്റ് ക്യാൻ ബി നമ്മുടെ മൂവ്മെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുക. കയ്യും കാലും അനക്കാനൊരു ചെറിയ പ്രശ്നം, സെൻസേഷൻ കിട്ടുന്നേ നമ്മുടെ കയ്യിലും നമ്മുടെ ദേഹത്തിലും മുഖത്തിലും ആ സെൻസേഷൻ കിട്ടുന്ന അതിലൊരു വ്യത്യാസം വരിക. നമ്മൾ നോർമലി ടച്ചും ചൂടും തണുപ്പ് ഇത് കുത്തുമ്പം വേദന ഉണ്ടാവുന്ന അതിലൊരു മാറ്റം വരിക. സോ ഇറ്റ് ക്യാൻ എഫക്റ്റ് ദാറ്റ്. പിന്നെ നമ്മുടെ കാഴ്ച, കേൾവി, സംസാരം ഇതൊക്കെ എല്ലാ രീതിയിൽ എഫക്റ്റ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുണ്ടാകുന്ന ട്യൂമേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ദേഹത്തിൻ്റെ ഹോർമോൺ ലെവൽസ് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. അതായത് ഹോർമോൺസിൻ്റെ അളവ് കൂടാം അഥവാ കുറയാം. കൂടിയാലും പ്രശ്നങ്ങളുണ്ടാവും, കുറഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാവും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേസ് ബൈ വിച്ച് വി ക്യാൻ ഫൈൻഡ് ബ്രെയിൻ ട്യൂമർ. റെയർലി നമ്മൾ ഈ നിന്ന് വരുന്ന ട്യൂമേഴ്സൊക്കെ ആവുമ്പം ചിലപ്പം ഇവിടെ നമ്മൾ കാണത്തക്കോണം ഒരു ചെറിയ വീർപ്പുണ്ടായേക്കും. അപ്പം ഇതിന് യൂഷ്വലി എല്ലാവരും പറയുന്ന അയ്യോ ഇവിടെ എനിക്ക് വേദനയുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ ബ്രെയിൻ ട്യൂമർ ആണെന്ന്. അങ്ങനെ അല്ല. ദാറ്റ് ഈസ് എക്സ്ട്രീംലി അൺയൂഷ്വൽ ടു ഹാവ് സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, എന്തെങ്കിലും അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അത് ഇൻവെസ്റ്റിഗേറ്റ്, അത് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അത് നമുക്ക് വെളിയിൽ നിന്ന് തൊട്ടാൽ നമുക്കറിയില്ലല്ലോ. ഇവിടെ ഫുൾ എല്ലാണ്. അപ്പോൾ നമ്മൾ തൊട്ടാൽ നമ്മളറിയില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കുറച്ച് ടെസ്റ്റുകളും ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് ചെയ്യണം. അത് ഈ സ്കാൻസ് ആണ് നമ്മൾ പറയുന്നത്. അത് ഈ കോമൺ ആയിട്ട് 2 ടൈപ്പ് സ്കാൻസ് ഉണ്ട്. CT സ്കാൻ ഉണ്ട്, അത് കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി സ്കാൻസ് ആണ്, വിച്ച് യൂസസ് എക്സ്റേസ്. നമ്മൾ സാധാരണയായിട്ട് എക്സ്റേ എടുക്കുന്ന പോലെ തന്നെ ഇതൊക്കെ വളരെ സ്പെഷ്യലൈസ്ഡ് വഴിയാണ്. എക്സ്റേ എടുത്ത് അത് കമ്പ്യൂട്ട് ചെയ്ത് അത് നമുക്ക് തലയുടെ അകത്തെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ രണ്ടാമത് ഇറ്റ് ഈസ് എ ടെസ്റ്റ് കോൾഡ് MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. ഇതിൽ നമുക്ക് റേഡിയേഷൻ ഒട്ടും കിട്ടുകയില്ല. ദിസ് യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്സ്. അപ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡ്സ് അതിൻ്റെ ഇത് ചെയ്ത് ഒരു ഇലക്ട്രിക്കൽ പൾസസ് കൊടുത്ത് അങ്ങനെയാണ് ഇത് സെൻസ് ചെയ്യുന്നത്. ടിഷ്യൂടെ നമ്മുടെ ബോഡിയുടെ ക്യാരക്ടറിസ്റ്റിക് സെൻസ് ചെയ്ത് അതിൽ നിന്നൊരു ഇമേജ് ഉണ്ടാക്കും. അതാണ് നമ്മൾ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് പറയുന്നത്. ഇറ്റ് ഈസ് എ വെരി സെൻസിറ്റീവ് ഇമേജിങ്. അതാണ് നമ്മൾ യൂഷ്വലി ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ബ്രെയിൻ ട്യൂമർ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൈയുടെ ഇഞ്ചെക്ഷൻ നമുക്ക് കൊടുക്കാം, വിച്ച് ക്യാൻ ഹൈലൈറ്റ് സ്മോൾ ട്യൂമേഴ്സ് ഓർ എനി കൈൻഡ് ഓഫ് ചേഞ്ചസ് വിതിൻ ദ structure of the brain or the surrounding areas. So this allows us to look inside a person's body and to find out what is happening there. So even ചെറിയ രീതിയിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. And that is the screening test for us. That is the test that tells us whether there is a brain tumor or not. പിന്നെ അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അറിയണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ സ്കാൻസ് നമുക്ക് ചെയ്യാം. MRI സ്കാൻസിൽ തന്നെ ഡിഫറെൻറ്റ് സീക്വൻസസ് ദാറ്റ് ഗിവ് us a lot more information about the brain, about the blood circulation, about the blood vessels. ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാണ് പോകുന്നത്, രക്തക്കുഴൽ അതിൻ്റെ ഇത്, പിന്നെ ബ്രെയിനിൻ്റെ അകത്തെ കണക്ഷൻസ്, ആ ഫൈബർ ട്രാക്സ് നമ്മൾ പറയുന്നത്. ബ്രെയിനകത്ത് ബ്രെയിൻ ഇസ് ലൈക്ക് എ ഇലക്ട്രിക്കൽ ജംഗ്ഷൻ ബോക്സ്. അതിനകത്ത് കുറേ സർക്യൂട്ട്സും വയേഴ്സും കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കുക. സോ അത് നോക്കാനും വേറെ സീക്വൻസസ് ഉണ്ട്. പിന്നെ ചില ഏരിയാസ് ഉണ്ട് നമ്മൾ കാണുന്ന ഇതൊരു അബ്നോർമാലിറ്റി ഉണ്ട്, ബട്ട് ദെൻ വി ഡു നോട്ട് നോ വെദർ ഇറ്റ് ഇസ് എ ട്യൂമർ ഓർ നോട്ട്. അപ്പം അങ്ങനെ അറിയണമെങ്കിൽ ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വാട്ട് ആർ കോൾഡ് സ്പെക്ട്രോസ്കോപ്പി that can identify the chemical signature of any part inside the brain. And അത് നമ്മുടെ ട്യൂമേഴ്സ് ആകുമ്പം അതിന് പ്രത്യേകിച്ച് ഒരു കെമിക്കൽ സിഗ്നേച്ചർ ഉണ്ടാവും. ആൻഡ് ദാറ്റ് വിൽ ടെൽ us, is this likely to be a tumor or is this not a tumor? Because ട്യൂമറിനെ പോലെ കുറേ അബ്നോർമാലിറ്റീസ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻഫെക്ഷൻസ്. ആൻഡ് ഇൻഫെക്ഷൻ ഇൻ ദ ബ്രെയിൻ ക്യാൻ ലുക്ക് ലൈക്ക് എ ട്യൂമർ. പിന്നെ വേറെ കുറേ അസുഖങ്ങളുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഡീമൈലിനേഷൻ.
നമ്മൾ ഈ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് എ സ്പെക്ട്രം ഓഫ് ഡിസീസസ് വാട്ട് വി കോൾ എ ഡീമൈലിനേഷൻ. ബ്രെയിനിനകത്തെ നെർവ്സിൻ്റെ ചുറ്റും ഇൻസുലേഷൻ ഷീത്തുണ്ട്, അത് ഇൻസുലേഷൻ പോവുക. And that can manifest like this, and in some ways that can manifest like a brain tumor. So these are tests that can help to distinguish between a tumor and what is not a tumor. This is important because the treatment is entirely different. Adallade, there are more tests that we can do to support the diagnosis. Not only to support the diagnosis, but also to find out how this abnormality, this so-called tumor, is affecting the normal function of the brain and of the body. There are tests that will tell you what we call the cognitive assessment, that tell us how the brain is working, brain the normal processes, including things like memory. It could be your ability to think, your ability to calculate. Paduke namukku kandupidikam. Then there are other tests like checking the hormones of the body. പ്രത്യേകിച്ച് like pituitary tumors ഒക്കെ നമുക്ക് ഹോർമോണിൻ്റെ ചെക്കുകളുണ്ട്. So these are supportive tests that tell us how this is affecting the body. പിന്നെ നമുക്ക് കണ്ണിൻ്റെ കാഴ്ചയുടെ ടെസ്റ്റുകളും കേൾവിയുടെ ടെസ്റ്റുകളും എല്ലാം നമ്മൾ ഓരോ ഇത് നമ്മൾ ചെയ്യുമ്പം we get additional information about the tumor, about the brain, about the functioning and about the person. സോ എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ.